ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചതിൽ പിന്നാലെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വളരെയധികം സങ്കടപ്പെടുന്നവർ ഒരുപാട് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സുരേഷ് ഗോപിയുടെ പിന്നാലെ നടന്ന് സുരേഷ് ഗോപിയെ ശല്യം ചെയ്യുന്നതും എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും സുരേഷ് ഗോപിക്ക് എതിരെയാക്കി അത് വേറൊരു തരത്തിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതുമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതൊന്നും തന്നെ സുരേഷ് ഗോപിയെ ഏൽക്കുന്നില്ല എന്നുള്ളതും സുരേഷ് ഗോപിക്ക് അതൊന്നും തന്നെ ഒരു തരത്തിലുമുള്ള ഒരു വിഷയമായി മാറുന്നില്ല എന്നുള്ളതും അത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എതിരെ നിൽക്കുന്നവർ തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് കാരണവും തൃശ്ശൂരിലത്തെ. സുരേഷ് ഗോപി ജയിച്ചു, MP ആയി, അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സുരേഷ് ഗോപിക്ക് എതിരെ ഈ ഒരു തരത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രതീക്ഷ അളവിലൊന്നും കേരളത്തിന് കിട്ടിയില്ല, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിപ്പിച്ച് വിട്ടിട്ട് കേന്ദ്രമന്ത്രി ആക്കിയിട്ട് സുരേഷ് ഗോപിക്ക് ഒന്നും തന്നെ നേടിക്കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ള തരത്തിലുള്ള കുറേയധികം ആവശ്യമില്ലാത്ത തരത്തിലുള്ള പറച്ചിലുകൾ ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു സാഹചര്യത്തിലും തീർച്ചയായിട്ടും സുരേഷ് ഗോപി ആകെ കയറിയിട്ട് കുറച്ച് നാളുകളാണ് ആയത്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ തന്നെ സുരേഷ് ഗോപി എല്ലാം ഒറ്റയടിക്ക് ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ കയറിയ ഉടൻ തന്നെ, അതായത് കയറിയ ഉടൻ തന്നെയുള്ള ആദ്യ ബഡ്ജറ്റിൽ തന്നെ എല്ലാം അങ്ങ് ചെയ്തു തീർക്കണം എന്നൊക്കെ പറയുന്നത് ഈ സുരേഷ് ഗോപിക്ക് എതിരെ പറയുന്നവർ തന്നെ ഈ കേരളത്തിൽ ഉടനീളമുള്ള ഈ ജയിച്ചു പോയവരൊക്കെ തന്നെ ഇത്രയും കൊല്ലങ്ങളായിട്ട് പാർലമെന്റിൽ ചെന്നിട്ടും ഭരണത്തിൽ ഇരുന്നിട്ടും എന്ത് ചെയ്തെന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ ബോധവുമില്ല. പക്ഷെ സുരേഷ് ഗോപി കയറിയ ഉടൻ തന്നെ, അതായത് 1 മാസം 2 മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കണം എന്നൊക്കെ പറയുന്നത് തികച്ചും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിന്താഗതി തന്നെയാണെന്നത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം തന്നെയുള്ള മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മനോരമയുടെ ഒരു പ്രോഗ്രാമിൽ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. 5 കൊല്ലമുണ്ട് എനിക്ക്, ഈ 5 കൊല്ലത്തിനുള്ളിൽ കേരളത്തിന് വേണ്ട കാര്യങ്ങൾ, തൃശ്ശൂരിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സുരേഷ് ഗോപി ചെയ്തിരിക്കുമെന്നുള്ളത് സുരേഷ് ഗോപിയുടെ ആ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇനിയും ബഡ്ജറ്റുകൾ ഒരുപാട് വരാനുണ്ട്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് എന്നുള്ള തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു വാക്കുകൾ തന്നെ അതിൽ നിന്നും വ്യക്തമാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഓരോ കാര്യങ്ങളായി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി പല കാര്യങ്ങളിലും തുടക്കമിട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് സുരേഷ് ഗോപി ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം തന്നെ സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രി, ടൂറിസം മന്ത്രിയും കൂടിയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരുപാട് ടൂറിസത്തിൻ്റെ വളരെ വലിയ രീതിയിലുള്ള സ്കോപ്പുള്ള സ്ഥലമാണ്. പല കാര്യങ്ങളും കേരളത്തിൽ ചെയ്യാൻ സാധിക്കും, പല കാര്യങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. പല മാറ്റങ്ങളും പല സ്ഥലങ്ങളിൽ, അതായത് ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടേക്ക് തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ആ ഒരു നീക്കം അത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ളൊരു പോസ്റ്റാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. ഞാൻ അതാദ്യം ഒന്ന് വായിക്കാം. നമ്മുടെ മനോഹരമായ രാജ്യത്തെ ടൂറിസത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന സംസ്ഥാന ടൂറിസം മന്ത്രിമാരുടെ കോൺഫറൻസ് സംസ്ഥാന ടൂറിസം മന്ത്രി എന്ന നിലയിൽ പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാണ് സുരേഷ് ഗോപി ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി കൂടി ഞാൻ വായിക്കാം. 4 പ്രധാന മേഖലകളിലായാണ് സമ്മേളനം നടക്കുന്നത്. 1. ഛത്തീസ്ഗഡ്, വടക്കൻ സംസ്ഥാനങ്ങൾ, ഓഗസ്റ്റ് 22, 2024. രണ്ടാമത്തേത് പനാജി, ഗോവ, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ, ഓഗസ്റ്റ് 29, 2024. മൂന്നാമത്തേത് ഷില്ലോങ്, കിഴക്കൻ സംസ്ഥാനങ്ങൾ, സെപ്റ്റംബർ 2, 2024. നാലാമത്തേത് വിശാഖപട്ടണമാണ്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്, സെപ്റ്റംബർ 9, 2024. കേരളം 4ാമത് സമ്മേളനത്തിലാണ് പങ്കെടുക്കുന്നതെന്നും സുസ്ഥിര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദർശകരുടെ അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നമ്മുടെ സംസ്ഥാനങ്ങളുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ എതിരാളികളുമായി സഹകരിച്ച് ഈ സുപ്രധാന സംഭാഷണത്തിൻ്റെ ഭാഗമാകും എന്നുള്ള തലത്തിൽ ഷിലോങ്ങിൽ നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഷിക്കാഗോ സോഷ്യൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വടംവലി മത്സരത്തിൻ്റെ ഉദ്ഘാടനത്തിനായുള്ള എൻ്റെ ചിക്കാഗോ യാത്ര റദ്ദാക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരവും കൂടി തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സുരേഷ് ഗോപി മറ്റൊരു മത്സരത്തിന്റെ ഉദ്ഘാടനം റദ്ദാക്കിയിട്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഊർജ്ജസ്വലവും ഉൾക്കൊള്ളുന്നതുമായ ഒരു ടൂറിസം മേഖലയ്ക്ക് നമുക്ക് ഒരുമിച്ച് വഴിയൊരുക്കാം എന്നുള്ളതും കൂടി സുരേഷ് ഗോപി ഇതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലൂടെ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, ടൂറിസത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്ന ഒരു സമ്മേളനം തന്നെയായിരിക്കും ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അവിടെ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് തന്നെ. തീർച്ചയായിട്ടും കേരളം 4ാമത് സമ്മേളനത്തിലാണ് ഇപ്പോൾ പങ്കെടുക്കുന്നത്. പല കാര്യങ്ങളും ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും സുരേഷ് ഗോപിയെ പോലെ ഒരു വ്യക്തി, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ കേരളത്തിന് വേണ്ടിയിട്ട്, കേരളത്തിലെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളതും. അതങ്ങനെ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വരുന്ന 5 കൊല്ലത്തിനുള്ളിൽ തന്നെ സുരേഷ് ഗോപിയെ പോലൊരു വ്യക്തിക്ക്, കേന്ദ്രമന്ത്രിക്ക് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ടൂറിസത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്തിരിക്കുമെന്നുള്ളത് ജനങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.